very, very humble and the most sweetest person that I ever met. ഈ ക്യാരക്ടർ ഇത്രയും ഭംഗിയായിട്ട് ഇനി വേറൊരാൾക്ക് ചെയ്യാൻ പറ്റില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഐ തിങ്ക് നിങ്ങളുടെ പേഴ്സണാലിറ്റി இந்த ക്യാരക്ടർ കണ്ടിപ്പോൾ ഇറക്കും ആൻഡ് കറക്റ്റ് ആൻസർ. സോ സിനിമ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, കാണണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഞാനൊരു ട്രെയിലറും ഒരു പാട്ടും ഞാൻ ഇതിനെ കണ്ടിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഹാസ് ബീൻ ഫാന്റാസ്റ്റിക്. സിനിമയിൽ ഐശ്വര്യ ഉണ്ട്, അതുപോലെ സ്വാസിക, ഹേഷാം, നോക്കാൻ പോയാൽ നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ എല്ലാവരും ഈ സിനിമയിലുണ്ട്. കേരളത്തിൽ എന്തായാലും ഈ സിനിമ നമ്മുടെ ഇൻഡസ്ട്രിയുടെ പുറത്തുള്ള ആൾക്കാർ എല്ലാവരും ഈ സിനിമ കാണണം. ബിക്കോസ് നോട്ട് ഓൺലി ഇറ്റ്സ് ജസ്റ്റ് തമിഴ് ഫിലിം, ഇറ്റ് ഈസ് ആസ് ഈക്വലി ഈസ് എ മലയാളം ഫിലിം എന്നെ സംബന്ധിച്ച്. ബിക്കോസ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ പല പല ലാംഗ്വേജിൽ അഭിനയിക്കുന്നുണ്ട്. സോ ഈ സിനിമ ഗംഭീര വിജയമാവും എന്ന് എൻ്റെ വിശ്വാസമുണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ ഇതൊരു ആക്ഷൻ സിനിമ கிடையாது. ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഒരു ഭയങ്കരമായൊരു ഫാമിലി ഇമോഷൻസും അതേപോലെ തന്നെ റിലേഷൻഷിപ്പിനെ ടച്ച് ചെയ്യുന്ന ഒരു നല്ലൊരു കുടുംബചിത്രമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അപ്പോൾ ഫാമിലീസ് ഡെഫിനറ്റ്ലി യൂത്ത് എല്ലാവരും പോയി കാണണം. ബട്ട് ഐ ഓൾസോ ഫീൽ ദാറ്റ് ഫാമിലി ഓഡിയൻസിന് കൂടുതലും ഈ സിനിമ കണ്ടാൽ കുറച്ചും കൂടി നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ സിനിമയ്ക്കും ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, കുമാർ സാർക്കും, നമ്മുടെ ഗരുഡൻ ടീം കഴിഞ്ഞ ആഴ്ച ഇവിടെ ടൂറിസ്റ്റ് ഫാമിലി ആയിട്ട് ശശികുമാർ സാർ വന്നത് സർ, സോ അവർക്കും താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ ഈ പടത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി എല്ലാവരും എത്തിച്ചേർന്നതിൽ ഒരുപാട് സന്തോഷം. ഞാൻ എന്തുകൊണ്ടാണ് ചൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് സ്റ്റോറി കേട്ടപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയും കഥയുമായിട്ട് എനിക്ക് തോന്നി. ഞാൻ റിയൽ ലൈഫിലൊരു ചേച്ചിയാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് കുറേ സീൻസൊക്കെ പ്രശാന്ത് സാർ നറേറ്റ് ചെയ്തപ്പോൾ എൻ്റെ ഫാമിലിയിൽ നടന്ന അല്ലെങ്കിൽ ആ കോൺവെർസേഷൻ അങ്ങനെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയതുകൊണ്ടും, പിന്നെ പൊതുവേ ഫാമിലി സബ്ജക്റ്റ് എന്നുള്ള ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു വിഷയമാണ് ഫാമിലി. അവിടെ ഉണ്ടാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാതെ വിടുന്ന കാര്യമാണ്. ഇരുന്നാൽ മതി. ഓക്കെ, നമസ്കാരം. ആദ്യം തന്നെ നിങ്ങളെല്ലാവരും മാമൻ സിനിമയുടെ പ്രസ് മീറ്റിനായി എല്ലാവരും എത്തിച്ചേർന്നതിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇതൊരു നല്ലൊരു ഫാമിലി ഫിലിമാണ്. വളരെ തമിഴ്, ശ്വാസിക പറഞ്ഞ പോലെ വളരെ റൂട്ടഡ് ആയിട്ടുള്ള തമിഴ് ഫാമിലി ട്രഡീഷൻസിലുള്ള അങ്ങനെയാണ് സ്റ്റോറി പോകുന്നത്. പക്ഷേ നമ്മൾ മലയാളികൾക്കും ഒക്കെ ഒരുപാട് ഹാർട്ട് ഫെൽറ്റ് ആയിട്ട് തോന്നുന്ന ഇമോഷൻസിനെ പറ്റിയിട്ടാണ് സിനിമ സംസാരിക്കുന്നത്. എനിക്ക് എന്തോ ഭാഗ്യം കൊണ്ട് തമിഴിൽ നിന്ന് നല്ല കഥകൾ വരുന്നുണ്ട്. അങ്ങനെ ഗാട്ടാവസ്ഥയ്ക്ക് ശേഷം കുറച്ച് കഥകൾ കേട്ടിരുന്നു. അതിലൊരു വെബ് സീരീസ് ചെയ്തു കഴിഞ്ഞു. അതിനുശേഷം ഞാൻ കേട്ട് കഴിഞ്ഞ ഉടനെ യെസ് ഇതെനിക്ക് ചെയ്യണം, എന്തായാലും എനിക്ക് ചെയ്യണം എന്ന് തോന്നിയ കഥയാണ് മാമൻ. എനിക്കതിൽ വർക്ക് എന്ന് പറയാൻ, ഞാനൊരു ന്യൂക്ലിയർ ഫാമിലി എന്ന് വരുന്നത്. ഞാൻ അച്ഛനമ്മ, ഞങ്ങൾ 3 പേരേ ഉള്ളൂ ഫാമിലിയിൽ. എനിക്കൊരു കൂട്ടുകുടുംബം എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യണത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടറിയുന്നതേ ഉള്ളൂ. എൻ്റെ ഫ്രണ്ട്സ് പറയുന്ന കസിൻസിൻ്റെ ഗ്രൂപ്പ്, ഫാമിലി ഗ്രൂപ്പ്, ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ഫാമിലി ഗ്രൂപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നോക്കി. അച്ഛനെ എക്സിറ്റ് ചെയ്തപ്പോൾ കാരണം 3 പേര് മാത്രമാണ്, ഇപ്പോൾ എന്തിനാ ഗ്രൂപ്പ് എന്നുള്ളൊരു ചോദ്യമാണ് എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതെനിക്കൊരു ഏലിയൻ ഫീലിംഗ് ആണ് ഒരു കൂട്ടുകുടുംബം എന്ന് പറയുന്ന സാധനം. ഇപ്പം എല്ലാവരുടെയും അസൂയയോടുകൂടി അവരുടെ കൂട്ടുകുടുംബങ്ങൾ നോക്കി കാണുക എന്നുള്ളത് ഒഴിച്ചാൽ, അല്ലെങ്കിൽ അപ്പോൾ ഞാൻ കാണുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ഇമോഷൻസിന് എനിക്കും വേണം ഇങ്ങനെ ഒരു സംഭവം എന്ന് തോന്നിയിട്ടുള്ള സംഭവങ്ങൾ അതിൻ്റെ ഒരു 1000x ടൈംസിലാണ് ഞാൻ ട്രിച്ചിയിൽ നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻസിൽ കാണുന്നത്. കാരണം എൻ്റെ മനസ്സിൽ ഈ ഒരു ന്യൂക്ലിയർ ഫാമിലിയിൽ വന്നത് കാരണം തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടാണ് ഇമാജിനേഷൻ പോയത്. കഥ പറയുമ്പോൾ വരെ ഈ പ്രോപ്പർ ഈ ഇമോഷൻസ് മാത്രമേ കണക്റ്റ് ആവുന്നുണ്ടായിരുന്നുള്ളൂ. ചുറ്റും 200 ആൾക്കാരുണ്ടാവും എന്നുള്ളത് മറന്നേ പോയി. ഇങ്ങനെ ഒരു സംഭവം സെറ്റിൽ വരുമ്പോൾ അത് കാരണം തന്നെ ഭയങ്കര തിരക്കും സൗണ്ട് ഇല്ലാത്ത സമയമില്ല. സാറൊക്കെ എപ്പോഴും പറയും, ഞാൻ സൈലൻസ് വിളിക്കുകയായിരുന്നു സെറ്റിൽ. സൈലൻസ് ഫ്രണ്ടിനാണ് ഫ്രണ്ട് അഭിനയിക്കാൻ, ഫ്രണ്ടിൽ നിന്ന് അത്രയ്ക്കാള് എല്ലാവരും സീനിയർ ആവശ്യമുള്ളവരും. സോ ഒരു ട്രെയിലർ കിട്ടി ജോയിന്റ് ഫാമിലി ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ബട്ട് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. ഇറ്റ്സ് എ വെരി എൻഡ്യൂറിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര എല്ലാവരോടും നമ്മുടെ കൂടെ ആക്ട് ചെയ്യുന്ന ആക്ടേഴ്സിനോടൊക്കെ എൻ്റെ അച്ഛൻ JP സാർ എൻ്റെ ഫാദറായിട്ട് ആക്ട് ചെയ്തു. പുള്ളിയുടെ അടുത്തൊക്കെ ഭയങ്കര സ്നേഹം തോന്നും. ലൈക്ക് ഇതിലൊരു അച്ഛൻ ஃபேமிலி ஆடியன்ஸ் தான் ஹோல் ஆடியன்ஸ். ஃபேமிலிக்குள்ள எல்லாமே வந்துடுறாங்கல்ல, சின்ன பையன் எல்லாமே வந்துடுறாங்க.
சொல்லுவாங்க. ஃபேமிலி அண்ட் எமோஷனல் இருக்கும், ஃபன் இருக்குன்னு சொல்லலாம். உங்கள் ஃபேமிலி வந்து ரொம்ப பெரிய ஃபேமிலின்னு நான் பார்த்துருக்கேன். இதில் ஒரு 10 பேர் மட்டும் எடுத்துட்டோம்னா எங்கள் ஃபேமிலி தான். நம்ம யாராவது மூவி பார்க்க எங்கள் ஃபேமிலி போகிறா இருந்தால் தேட்டருக்கு சொல்லுவாங்க, சார் இவர் ஃபேமிலி வர ஆல்ரெடி சொல்லியிருந்தேன், நான் இந்த ஷோ கேன்சல் பண்ணியிருக்கேன், இவர் ஃபேமிலியை வர வச்சிருப்பேன் அப்படின்னு சொல்லுவாங்க. ஃபேமிலி இருக்கும்போது அது எவ்வளோ ஹெல்ப் பண்ணிட்டாங்க இந்த படம் எழுதுறதுக்கு? ரொம்ப ஹெல்ப்பாக இருந்துச்சு. என்னோட நான் ஒரு 10 ஸ்டோரி மேலே வச்சுருக்கேன் நான். ஸோ என் ஃபேமிலி தான் எல்லாத்துக்குமே காரணம். இன்றைக்கி நான் இந்த அளவுக்கு நான் 97 நான் சினிமாவுக்கு வந்தேன், 97 வந்தேன். ஸோ எல்லா வேலையும் பார்த்து நான் பார்க்காத வேலையே ஒர்க்கே இல்லை, எல்லா ஒர்க்கும் வந்தேன். ஸோ சினிமாவுக்கு என்ட்ரி ஆகி 10 இயர்ஸ் நான் மூவியை பார்க்கவே முடியலை. அதுக்கப்புறம் இந்த மூவியை பார்த்து மூவிக்குள்ள உள்ள போய் நிறையா ஒர்க் பண்ணிட்டு வந்தேன். ஒர்க் பண்ணிட்டு வந்து ஸோ 2009 தான் எனக்கு ஒரு சினிமாவுக்கு நான் என்ட்ரி ஆக முடிஞ்சிச்சு. ஸோ இது எல்லாத்துக்குமே எனக்கு சப்போர்ட்டு என் ஃபேமிலி தான். இப்போ நான் அந்த அளவுக்கு இருக்கேன்னா எல்லாத்துக்குமே என் ஃபேமிலி தான் ஃபுல் சப்போர்ட்டு.